ഒരു ഒന്നുമില്ല, ഒപ്പിടാനോ സാങ്കേതികമായിട്ട് ഒപ്പിടുന്നില്ല ദേവസ്വം വകുപ്പ് മന്ത്രിയോ ദേവസ്വം വകുപ്പോ എന്നുള്ള കാര്യം മാത്രമേ അവിടുന്ന് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വീഴ്ചയല്ലേ മിനിസ്റ്റർ? നിങ്ങൾ വെറുതെ നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യം അത്. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് സാമാന്യ വിവരം ഉണ്ടെങ്കിൽ ചോദിക്കുകയില്ല. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ അതിൻ്റെ ബൈലോ എടുത്ത് പരിശോധിക്കുക. ഇപ്പോൾ ജയകുമാർ IAS കാരനാണ്, അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. അഡ്മിനിസ്ട്രേഷനിൽ ഒരു സ്ഥലത്തോ ഒരു സമയത്തോ ഗവൺമെന്റിന് ദേവസ്വം ബോർഡിൽ ഇടപെടാനുള്ള ഒരു അധികാരമില്ല. അതിൻ്റെ നിയമനം കൊടുക്കുന്നതല്ല, അവരെ ദേവസ്വം ബോർഡ് മെമ്പർമാരെയും പ്രസിഡന്റിനെ നിയമിക്കുന്നതല്ലാതെ മറ്റൊരു കാര്യത്തിലുമില്ല. മറ്റൊരു ഘട്ടത്തിൽ പോലും അവരുടെ ഒരു ഫയൽ നമ്മുടെ മുമ്പിൽ വരേണ്ട വിഷയമില്ല. അത് സ്വതന്ത്രം പരമാധികാരം. അവിടെ ഡേ ടു ഡേ ബിസിനസ് നടന്നതല്ല അവരാണ്. അവർ ഈ കാര്യത്തിൽ നമ്മുടെ ഒരു ഒപ്പോ ഫയലോ നമ്മുടെ ഒരു കാര്യമില്ല. സംഭവമില്ല. പക്ഷെ എന്ന് വെച്ച് ഈ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എന്തിനാണ് പോസിറ്റീവായിട്ട് ഇയാൾ ബന്ധപ്പെട്ടെന്നു എന്ന് പറഞ്ഞിട്ട് ചില വാർത്തകൾ വന്നു. അത് എന്തിനാണെന്നുള്ള അറിയാൻ വേണ്ടിയാണ്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ബന്ധം ഇതിനകത്ത് കിടന്ന് പ്രതിയായിട്ട് ഒരാൾക്ക് ബന്ധം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത് ചോദിക്കും. പിന്നെ മന്ത്രി ഈ കാര്യത്തിൽ ഏതെങ്കിലും കേസിൽ ഇയാൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം കൃത്യമായി മൊഴി കൊടുത്തു. അതിനുശേഷം പിന്നെ അവരൊന്നും പറഞ്ഞില്ലല്ലോ. അവിടെ പോയിരുന്നു എന്നുള്ള കാര്യം അയാൾ തന്നെ കടകംപള്ളി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ഒരു പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും കാര്യം എന്നുള്ളത് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബന്ധം പറഞ്ഞത് അതാണ്. അപ്പോൾ അതും ഈ കാര്യത്തിൽ ഈ നിയമത്തിന്റെ വശവും രണ്ടും രണ്ടാണ്. നിങ്ങൾ ഈ കാര്യത്തിൽ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് പോയി അന്വേഷിക്കും. അവരുടെ ഒരു തരത്തിലും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പോൾ ദേവസ്വം മന്ത്രി ശബരിമലയിൽ പോകുന്നു, ശബരിമലയിൽ എല്ലാ പൂജ സമയത്തും അത് എപ്പോഴാ പോകുന്നത്? എല്ലാം എപ്പോഴാ പോകുന്നത്? പിന്നെ ഞാനൊരു കാര്യം വിശ്വാസി അല്ലാഞ്ഞിട്ട് കൂടി താങ്കൾ നടന്നു ശബരിമല എന്റെ ഉത്തരവാദിത്വം, അതെന്റെ ഉത്തരവാദിത്വം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ വിശ്വാസി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയുന്ന ഒന്ന് വ്യക്തമായി പറയാനുള്ള അവസരം തന്നിട്ട് നിങ്ങൾ സംസാരിക്കുക. അവിടെ ഞാൻ കൃത്യമായി മകരവിളക്കിനും മണ്ഡല മഹോത്സവത്തിനും പോകാറുണ്ട്. ഈ രണ്ട് ഘട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ വരും. ആ കാലഘട്ടങ്ങളിലാണ് മുമ്പ് അവിടെ സ്റ്റാമ്പേഡ് ഉണ്ടാവുകയും വലിയ സംഘർഷമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ആവർത്തിക്കരുത്. കേരളത്തിലെവിടെ ഇത്തരം വലിയ ദർശനങ്ങളും ആൾക്കൂട്ടം ഉണ്ടാകുന്ന ക്ഷേത്രങ്ങളുണ്ടോ അവിടെ എല്ലാം ജാഗ്രത പാലിച്ചുകൊണ്ട് കാലകൂട്ടി ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. അത് ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഗവൺമെന്റിന് ക്ഷേത്രത്തിൽ മാത്രമല്ല, മറിച്ച് അല്ലാത്ത ഒരു സ്ഥലത്തും വലിയ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളർന്നു വരുന്നുണ്ട്. ഗവൺമെന്റ് ഇടപെടണമല്ലോ. എന്നതുപോലെ തന്നെ ക്ഷേത്രത്തിലാവുമ്പോൾ ദേവസ്വം വകുപ്പ് തന്നെ അന്വേഷിക്കണം, അവർ സുഖമായി നടക്കാനുള്ള അന്തരീക്ഷം എന്ത് വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല ഗവൺമെന്റ് നന്നായി ആക്ട് ചെയ്തില്ലെങ്കിൽ 18 ലക്ഷം 20 ലക്ഷം പേര് വന്ന് പൊങ്കാല ഇടൂ.